ഇത് ഭയങ്കര സാധനമാണ് നമ്മുടെ ഇസ്ലാം ഭയങ്കരമാണ്. പക്ഷെ കുഴപ്പമുള്ളൂ, ഞാനും നിങ്ങളൊക്കെയാണ് അതിന്റെ സെയിൽസ് അംബാസഡേഴ്സ്. അതാ കുഴപ്പം. നമ്മളെ കണ്ടിട്ട് മനുഷ്യന്മാർ ദീൻ മനസ്സിലാക്കുന്നത്. വലിയ വിലപിടിപ്പുള്ള സാധനം നമ്മൾ വിൽക്കുന്നത്. വിൽക്കുന്ന കച്ചവടക്കാരൻ ഏതോ ഒരു തെരുവുതണ്ടിയെ പോലെ കണ്ടാ തോന്നുന്നു ഈ വ്യത്യാസം. വലിയ വലിയ പ്രഷ്യസ് ജ്വൽസ്, പ്രഷ്യസ് സ്റ്റോൺസ് തെരുവിൽ ആരെങ്കിലും വിൽക്കാറുണ്ടോ? വിലപിടിപ്പുള്ള വലിയ വലിയ കല്ലുകളൊക്കെ ആരും നോക്കൂല. അത് കള്ളത്തരാന്ന് വിചാരിക്കും അല്ലേ? അത് നമ്പർ 2. ദുബൈക്കാർക്ക് അറിയാം എന്തേ നമ്പർ 2 എന്ന് പറഞ്ഞാൽ. കോപ്പിടിച്ചുകൂടാ റാഡോ വാച്ചിന്റെ നമ്പർ 2 കള്ളത്തരാന്ന് വിചാരിക്കും. എന്നതുപോലെ ഞാനും നിങ്ങളും ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ലോകത്തുള്ള മുസ്ലിമിന് വിചാരിക്കുക ഈ കൂട്ടർ ഇതല്ലവരുടെ സ്വഭാവം. ഒരു വാളിന് ഉഷാറായി വന്നിരിക്കുക. ഇനി ഇവിടെ ഒരു പൂരിറങ്ങിയ ഓരുണ്ടാവും ചാടി കളിച്ച് കള്ളു കുടിച്ച് പാട്ടും പാടി നടക്കാൻ. ഇവരെ വേണ്ട, അത് കള്ളക്കളിയാണ്. വട്ടാമ്പിന് അങ്ങനെ ഒരു ഏർപ്പാടില്ല ഇവിടെ. പൊന്നാര മുമ്പിൽ നിങ്ങൾ അള്ളാനെ വിചാരിച്ച് ഇവിടെ നിങ്ങൾ സത്യം ചെയ്ത് പോയിക്കോളി. ആ വക കള്ളു കുടിച്ച് ചാടിക്കളിച്ച് തോന്നിവാസം കാട്ടുന്ന ആ ഒരു ഉത്സവത്തിലേക്കൊന്നും ഒരു മുസ്ലിമും ഇവിടെ വന്നവൻ ഞാൻ പോകില്ല, വേറെ ആരൊക്കെ പോയാലും ഞാൻ പോകില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്താൽ ഇൻഷാ അള്ളാഹ് നിങ്ങളിവിടെ വന്നത് മുതലായി. ഞാനുണ്ടാവില്ല. നിങ്ങൾ വട്ടാമ്പിക്കാര് ബഹിഷ്കരിച്ചാൽ വല്ല കുഴപ്പം നടക്കുമോ? ആരെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഉണ്ടാവോ? 9 വയസ്സ് 10 വയസ്സുള്ള കുട്ടികളെ കള്ളുപിടിക്കാൻ പഠിക്കുന്ന സമയമാണ് അല്ലേ ഇവിടുത്തെ ഉത്സവം നടക്കുമ്പോൾ? അല്ല എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ മറവിൽ പൈശാചികതയല്ലേ ഇവിടെ നടക്കുന്നത്? നമ്മൾ വാതിനും പോയിരിക്കുകയാണ്, ഉത്സവത്തിനും പോയിരിക്കുകയാണ്. എന്താ അതിന്റെ വ്യത്യാസം? അതുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ ഒരു ശപഥം ചെയ്തു, ഇൻഷാ അള്ളാഹ് ഇനി മുതൽ എന്റെ ജീവിതം അള്ളാഹു എനിക്ക് ജീവൻ അനുവദിച്ചു തന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഈ വക കോപ്രായത്തരങ്ങൾക്ക് ഞാൻ പോകില്ല. പടച്ചവനെ, എന്റെ നാട്, എന്റെ പ്രദേശമാണ് ഇവിടം നടക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് ഞാനില്ല റബ്ബേ. എന്റെ മക്കളില്ല, എന്റെ കുടുംബമില്ല, എന്റെ ജ്യേഷ്ഠനില്ല, എന്റെ അനിയനില്ല, എന്റെ പെങ്ങളില്ല, എന്റെ ഉമ്മയില്ല എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ സത്യം ചെയ്തു പറയണം. ഒരു ഇൻഷാ അള്ളാഹ് ഉറക്കെ പറയും, ഇൻഷാ അള്ളാഹ് ഉറക്കെ പറയും, ഇൻഷാ അള്ളാഹ്. എന്റെ ചെറുപ്പക്കാർ ഉറക്കെ പറയണം. നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഉറക്കെ പറയണം ചെറുപ്പക്കാരെ. ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ മുസ്ലിം കുട്ടികളെ കാണരുത്, നമ്മളെ മക്കളെ കാണരുത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ദീനും ദുനിയാവും ആഖിറവും പഠിച്ചൊന്നും ഇല്ലാത്തവരുണ്ടാവും. ഒരെന്തും ചെയ്തോട്ടെ. കുറച്ചു കാലം അങ്ങനെ വിടും, പിന്നെ റബ്ബോരെ പിടിക്കാൻ പോവാണെന്ന്. നമ്മൾ പോവല്ലേ. അല്ലാഹു തആല നമ്മളെ ഇസ്സത്തിലാക്കട്ടെ. ഇസ്ലാമിന്റെ മേനിയോ ഇസ്ലാമിന്റെ പേരോ സുന്നത്ത് ജമാഅത്തിന്റെ പേരോ പറഞ്ഞ് സുന്നിസമോ പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്നത് ഇവിടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ വക തോന്നിവാസങ്ങളൊന്നും പട്ടാമ്പിയിൽ നടക്കരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പൊന്നു സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങൾ അന്ന് പർച്ചേസിന് ഇറങ്ങണ്ട, എന്തെങ്കിലും പോയിക്കോളി. ആ സമയത്ത് പോവണ്ട. അതിന്റെ ഭാഗവാഹിത്വമാകലാണ്. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെയും മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാത്തൊരു കാലമാണ്. ഇന്ന മിൻ ഉമ്മതി മൻ യസ്തഹില്ലൂന അൽഹിറാ വൽ ഹരീറ വൽ മആസിഫ്. എന്റെ ഉമ്മത്തുകളിൽ ഒരു കാലം വരും, യസ്തഹില്ലൂന അൽഹിറ, വ്യഭിചാരം ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരും അത് ഹലാലാണെന്ന് ബോധ്യപ്പെടുത്തുകയും ഹലാലാണെന്ന് വിശ്വസിച്ച് ചെയ്യുകയും ചെയ്യുന്ന കാലം എന്റെ ഉമ്മത്തുകളിൽ വരാനുണ്ട്. വൽ ഹരീറ, എന്റെ ഉമ്മത്തിൽ പുരുഷന്മാർ സിൽക്ക് പട്ടുവസ്ത്രം ഉപയോഗിക്കുന്ന കാലം, അത് ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവരോ അത് ഹലാലാണെന്ന് പറയുന്നവരോ, വൽ മആസിഫ, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ, മ്യൂസിക് ഏർപ്പാടുകൾ ഹലാലാണെന്ന് പറയുന്നവരോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവരോ അത് ഹലാലാണെന്ന് കണക്കാക്കി വിശ്വസിക്കുന്നവരോ, അന്ത്യനാളിന്റെ മുമ്പ് വരിബ, പലിശയും ഹലാലാണെന്ന് പറയുന്നവരോ, പലിശ ഹലാല് പോലെ ഗണിക്കുന്നവരോ ആയ വിഭാഗം എന്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് സ്വാദിഖും മസ്ദൂഖുമായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കരുതിയിരിക്കാം. അല്ലാഹു കാവൽ തരട്ടെ.